എവരിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2023 മെയ് മുതൽ 2024 ഒക്ടോബർ നവംബർ വരെയുള്ള ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2023 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് 23 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്? എം ശ്രീശങ്കറിനാണ് ലഭിക്കുന്നത്. ലോങ് ജമ്പ് താരമാണ് എം ശ്രീശങ്കർ. ഏത് കായിക ഇനം എന്നുള്ളത് നന്നായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ, മലയാളി ആയതും കൂടെ കൊണ്ട്. അപ്പോൾ എം ശ്രീശങ്കറിനാണ് 2023 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിക്കുന്നത്. ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം 2023 നേടിയത് ആരാണ്? 23 നേടിയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലയണൽ മെസ്സിക്കാണ് ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം 2023 ലഭിക്കുന്നത്. 24 പുരസ്കാരം നേടിയത് കെയ്റ്റ്ലിൻ ക്ലാർക്ക് എന്ന് പറയുന്ന ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഡിസംബറിലാണ് അത് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ എക്സാമിന് കാണില്ലായിരിക്കും. അപ്പം 23 ആർക്കാണ് കിട്ടിയത്? ലയണൽ മെസ്സിക്കാണ്. ഇനി അന്താരാഷ്ട്ര കായിക ഉച്ചകോടി കേരളയ്ക്ക് വേദിയായത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് വേദിയായത് കേട്ടോ. ഏഷ്യൻ പാരാ ഗെയിംസിന്റെ വേദി ഏതായിരുന്നു? ചൈനയായിരുന്നു. അതുപോലെ ഏഷ്യൻ പാരാ ഗെയിംസ് ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയത് സിദ്ധാർത്ഥ് ബാബു എന്ന് പറയുന്ന ഒരു മലയാളിയാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. പാരാ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. ഇനി 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി 2023 37ാമത്തെ ദേശീയ ഗെയിംസ് എന്ന് പറയുന്നത് ഗോവയായിരുന്നു വേദിയായത്. 36ാമത്തത് നടന്നത് ഗുജറാത്തിലായിരുന്നു. 38ാമത്തെ നാഷണൽ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. 2025 നടക്കുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം 37ാമത്തത് 2023 നടന്നത്, അത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു. 38ാമത്തത് ഉത്തരാഖണ്ഡിലാണെന്നത് ഓർക്കുക. ഇനി ഫോർമുല 1 കാറോട്ട മത്സരം 2023 വിജയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് വെസ്തപ്പാനാണ്. 2024 വിജയി ആര് തന്നെയാണ്? മാക്സ് വെസ്തപ്പാനാണ്. അദ്ദേഹത്തിന്റെ ഇത് 3ാമത്തതാണ്. ഇപ്പം തുടർച്ചയായിട്ടുള്ള 4ാമത്തതാണ് 2024 കിട്ടിയത്. ഇനി വേൾഡ് ഇക്വെസ്ട്രിയൻ ചാമ്പ്യൻഷിപ്പിൽ 4 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ചരിത്രം കുറിച്ച ആദ്യ ഇന്ത്യൻ വനിത ആണ് ആര്? നിത 5 ആണ് എന്ത് ചെയ്തത്? ഇക്വെസ്റ്റേറിയൻ ചാമ്പ്യൻഷിപ്പിൽ 4 ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മലപ്പുറം സ്വദേശിയാണ്, ചേലാട്ടാണ് സ്ഥലം എന്ന് പറയുന്നത്. നിത 5 ഓർത്തിരിക്കുക കേട്ടോ, മലയാളി ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലോക സർവകലാശാല ഗെയിംസിന് വേദി. അപ്പൊ ലോക സർവകലാശാല ഗെയിംസിന് വേദി ഏതാണ്? ചൈനയാണ് ലോക സർവകലാശാല ഗെയിംസിന് വേദിയായത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് മനു ഭാക്കറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ചൈനയിൽ നടന്ന ഈ ലോക സർവകലാശാല ഗെയിംസിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കറിന് ഇരട്ട സ്വർണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് മനു ഭാക്കറിന് കിട്ടിയിട്ടുള്ള മെഡൽ നേട്ടമാണ് ഈ ലോക സർവകലാശാല ഗെയിംസിലെ 2 സ്വർണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഒളിമ്പിക്സിലും 2 മെഡലുകൾ നേടിയ വ്യക്തിയാണ് ആര്? മനു ഭാക്കർ എന്ന് പറയുന്നത്. ഷൂട്ടിംഗ് ആണ് ഇനം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കായിക ഇനം ഏതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചിരിക്കുക. ലോക അമ്പയത്ത് ചാമ്പ്യൻഷിപ്പ് 2023 സ്വർണം നേടിയത് ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് ടീമാണ് കേട്ടോ. അപ്പൊ 23 അമ്പയത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കിട്ടിയത് ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് ടീമിനാണ്. കോമ്പൗണ്ട് ടീമിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ജ്യോതി സുരേഖ വെന്നം, അതുപോലെ പർനീത് കൗർ, അതിഥി ഗോപിചന്ദ് സ്വാമി എന്നിവരാണ്. ഈ 3 പേരും കൂടെ ചേർന്ന ടീമിനാണ് സ്വർണം ലഭിച്ചത്. അപ്പം ഇവരെ 3 പേരുടെയും കായിക ഇനം ഏതാണ്? അമ്പയത്താണ്. പ്രത്യേകം പേരുകൾ ശ്രദ്ധിച്ചിരിക്കുക. ജ്യോതി സുരേഖ വെന്നം, പർനീത് കൗർ, അതിഥി ഗോപിചന്ദ് സ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2023 നടന്ന 24ാമത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ബാങ്കോക്ക് ആണ് കേട്ടോ. തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം 2021-22 ലഭിച്ച കായിക താരങ്ങൾ ആരൊക്കെയാണ്? അപ്പൊ GV രാജ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? എം ശ്രീശങ്കറും അതുപോലെ തന്നെ അപർണ ബാലനുമാണ് കേട്ടോ. എം ശ്രീശങ്കറിന്റെ കായിക ഇനം ഏതാണ്? ലോങ് ജമ്പ് ആണ്. അപർണ ബാലൻ എന്ന് പറയുന്നത് ഷട്ടിൽ ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കായിക ഇനങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി 2023 വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. താഷ്കണ്ട് ആണ്, ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ട് ആണ് 2023 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. 2023 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ആരാണ്? ലയണൽ മെസ്സിയാണ്. അപ്പം ടൈംസ് മാഗസിന്റെ 2023 മികച്ച അത്ലറ്റും
ലയണൽ മെസ്സി ആയിരുന്നു. 2023 ലോറസ് പുരസ്കാരം നേടിയതും ആര് തന്നെയാണ്? ലയണൽ മെസ്സിയാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് ആര് ലയണൽ മെസ്സി ലോറസ് പുരസ്കാരം സ്വന്തമാക്കുന്നത്. മികച്ച വനിതാ കായിക താരം എന്ന് പറയുന്നത് ഷെല്ലി ആൻ ഫ്രേസർ ആണ് കേട്ടോ. ഷെല്ലി ആൻ ഫ്രേസർ ആണ് മികച്ച വനിതാ താരം എന്ന് പറയുന്നത്. 23 കാര്യമാണ് പറഞ്ഞത്. ഇനി 24 ആർക്കാണ് ലോറസ് പുരസ്കാരം കിട്ടിയത്? നമ്മുടെ നൊവാക് ദോക്കോവിച്ച്, ടെന്നീസ് താരമായിട്ടുള്ള നൊവാക് ദോക്കോവിച്ചിനും ഫുട്ബോൾ താരമായിട്ടുള്ള എയ്റ്റിന ബോൺമാറ്റിക്കുമാണ് എന്ത് കിട്ടുന്നത്? ലോറസ് പുരസ്കാരം 2024 കിട്ടുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, മറന്നു പോവാതെ മാറിപ്പോവാതെ പഠിച്ചിരിക്കുക. ലയണൽ മെസ്സിക്ക് കിട്ടിയത് 2023 24 കിട്ടുന്നത് നൊവാക് ദോക്കോവിച്ചിനാണ്. ഷെല്ലി ആൻ ഫ്രേസർ ആയിരുന്നു 2023 വനിത എന്ന് പറയുന്നത്. 24 അത് എയ്റ്റിന ബോൺമാറ്റിയാണ്. ഇനി 2023 സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 23 സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ജേതാവായത് ആരാണ്? ഈജിപ്റ്റ് ആണ് ജേതാവായത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബുക്കാണ് വിറ്റ്നസ്. വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ്? സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര, ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട അഭിനവ് ബിന്ദ്രയ്ക്കാണ് എന്ത് കിട്ടുന്നത്? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഒളിമ്പിക് ഓർഡർ ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ടൈംസ് മാഗസിൻ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം. അപ്പൊ 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം ആരെന്നാണ് ചോദ്യം. ആൻസർ സാക്ഷി മാലിക് ആണ് കേട്ടോ. അപ്പൊ സാക്ഷി മാലിക് ആണ്, ഓർത്തിരിക്കുക. ഓപ്ഷനിൽ ബാക്കിയുള്ള നമ്മളെ പ്രശസ്ത ക്രിക്കറ്റ് താരങ്ങളൊക്കെ കാണും, പക്ഷേ ആരാണ് 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയത്? സാക്ഷി മാലിക് ആണ്. ഈ 100 പേരുടെ പട്ടികയിൽ ആരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു? നമ്മുടെ ആലിയ ഭട്ടൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ത്യയിൽ നിന്ന്. അതൊക്കെ ഓർത്തിരിക്കുക. ഇനി ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ബിൽക്കീസ് മിർ. ബിൽക്കീസ് മിർ ആണ്. ജമ്മു കശ്മീർ സ്വദേശിയായിട്ടുള്ള ബിൽക്കീസ് മിർ ആണ് ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വീരമംഗൈ വേലു നാച്ചിയാർ ആയിരുന്നു കേട്ടോ. വീരമംഗൈ വേലു നാച്ചിയാർ ആണ്. 24 ഖേലോ ഇന്ത്യ എവിടെയാണ് നടന്നത്? യൂത്ത് ഗെയിംസ് തമിഴ്നാടുവിലാണ് നടന്നത്. അത് 6ാമത്തെ എഡിഷൻ ആയിരുന്നു 24 നടന്നത്. 25ാമത്തത് നടക്കാൻ പോകുന്നത് ബീഹാറിലാണ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ 24 നടന്നത് തമിഴ്നാട്ടിലാണ്. ഭാഗ്യചിഹ്നം ഏതായിരുന്നു? വീരമംഗൈ വേലു നാച്ചിയാർ ആയിരുന്നു ഭാഗ്യചിഹ്നം. 2023 പ്യുബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയത്. പ്യുബിറ്റി പുരുഷ അത്ലറ്റിക് പുരസ്കാരം നേടിയതാരാണ്? വിരാട് കോഹ്ലിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. 2023 ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിന് വേദിയാകുന്നത് എവിടെയാണ്? ബെർലിൻ ആണ് വേദിയാകുന്നത്. അപ്പൊ സ്പെഷ്യൽ ഒളിമ്പിക്സ് 2023 വേദി ബെർലിൻ ആണ്. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയത് ഭവാനി ദേവിയാണ്. ഭവാനി ദേവിയാണ് ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ആദ്യത്തേതാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് ഏരിസ് ആണ്, കൊല്ലം സെയിലേഴ്സ്. ഏരിസ് കൊല്ലം സെയിലേഴ്സ് ആണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം സ്വന്തമാക്കിയത്. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദി എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ വേദിയായത്. അപ്പൊ 23 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോടാണ്. അപ്പൊ ഇത്രയും നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ 2023 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ശ്രീശങ്കറിനാണ് ലഭിച്ചത്. ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം 23 ലഭിക്കുന്നത് ലയണൽ മെസ്സിക്കും. 24 ലഭിച്ചത് ആർക്കാണ്? ക്ലാർക്കിനുമാണ് ലഭിച്ചത്. ബാസ്കറ്റ്ബോൾ താരമായിട്ടുള്ള ക്ലാർക്കിനുമാണ് ലഭിച്ചത്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടി കേരളയ്ക്ക് വേദിയായത് തിരുവനന്തപുരമാണ്. ഏഷ്യൻ പാരാ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ചൈനയാണ്. അവിടെയുള്ള ഒരു മെഡൽ നേട്ടമായിരുന്നു ഷൂട്ടിങ്ങിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടിയ സിദ്ധാർത്ഥ് ബാബു എന്ന് പറയുന്നത്. 37ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. 38 ഉത്തരാഖണ്ഡാണ്. ഓർത്തിരിക്കുക. ഇനി ഫോർമുല 1 കാരോട്ട മത്സരം 2023, 24 ഒക്കെ വിജയാരാണ്? മാക്സ് വെസ്തപ്പാനാണ്. വേൾഡ് ഇക്വസ്റ്റേറിയൻ ചാമ്പ്യൻഷിപ്പിൽ 4 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? നിത അഞ്ജൻ എന്ന് പറയുന്നത്. മലപ്പുറം സ്വദേശിയാണ്. ഓർത്തിരിക്കുക. ലോക സർവകലാശാല ഗെയിംസിന്റെ വേദി ചൈനയാണ്. ചൈനയിൽ നടക്കുന്ന ലോക സർവകലാശാല ഗെയിംസിൽ 2 സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് ആര്? മനു ഭാക്കർ എന്ന് പറയുന്നത്.
ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ഇന്ത്യൻ കോമ്പൗണ്ട് വനിതാ ടീമാണ്. അതിൽ ജ്യോതി സുരേഖ വെനമുണ്ട്, പർണീത് കൗറുണ്ട്, അതിഥി ഗോപീചന്ദ് സ്വാമിയുണ്ട്. ഓർത്തിരിക്കുക 3 പേരെയും. 2023 നടന്ന 24ാമത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ബാങ്കോക്ക് ആണ് കേട്ടോ. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ബാങ്കോക്ക് ആണ്, തായ്ലാന്റ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം 21-22 ലഭിച്ചത് ആർക്കൊക്കെയാണ്? M ശ്രീശങ്കറിനും അതുപോലെ അപർണ ബാലനുമാണ് ലഭിച്ചത്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി ഏതാണ്? താഷ്കണ്ട് ആണ്, ഉസ്ബെക്കിസ്ഥാനിലെ. അതുപോലെ 23 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ് കിട്ടിയത് കേട്ടോ. രണ്ടാമത്തെ തവണയാണ് ലോറസ് പുരസ്കാരം സ്വന്തമാക്കുന്നത്. വനിതാ താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെല്ലി ആൻ ഫ്രൈസറാണ്. 24 നേടിയത് നൊവാക് ദോക്കോവിച്ചും അതുപോലെ ഐറ്റിന ബോൺമാറ്റിയുമാണ്. ഓർത്തിരിക്കുക. ലോറസ് പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്, നന്നായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. 23 സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. കപ്പ് കിട്ടിയത് ഈജിപ്തിനാണ്. ഇനി വിറ്റ്നസ് ആരുടെ ആത്മകഥയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്? ഓർത്തിരിക്കുക, സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡർ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത്. ടൈംസ് മാഗസിൻ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരമാണ് ആര്? സാക്ഷി മാലിക് എന്ന് പറയുന്നത്. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ബിൽക്കീസ് മിർ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ സ്വദേശിയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 നടന്നത് തമിഴ്നാട്ടിലാണ്. ഭാഗ്യചീനം എന്താണ്? വീരമംഗൈ വേലു നാച്ചിയാറാണ്. 25 നടക്കുന്നത് ബീഹാറിലാണ്. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലിയാണ്. ലോക സ്പെഷ്യൽ ഒളിമ്പിക്സ് 2023 വേദിയായത് ബെർലിനാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഭവാനി ദേവി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഓഫ് ഫെൻസിംഗിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറി. അതുപോലെ തന്നെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് ഐറിസ് കൊല്ലം സെയിലേഴ്സ് ആണ്. 2023 ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത് കോഴിക്കോടാണ് എന്നതും കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഏഷ്യൻ ഗെയിംസ് 2023 വേദി എന്ന് പറയുന്നത് എന്താണ്? ചൈന തന്നെയാണ്. അപ്പോൾ പാരാ ഗെയിംസും ഏഷ്യൻ ഗെയിംസും എല്ലാം എവിടെയാണ്? ചൈനയിലാണ് നടന്നത്, ഹാങ്ചോവിലാണ് നടന്നത്. ഇനി ഏഷ്യൻ ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് ആരൊക്കെയാണ്? ഹർമൻ പ്രീത് സിംഗും അതുപോലെ ലവ്ലീന ബോർഗോഹെയ്നുമാണ് പതാക ഏന്തിയത്. ഹർമൻ പ്രീത് സിംഗ് ഹോക്കി താരവും ലവ്ലീന ബോർഗോഹെയ്ൻ എന്ന് പറയുന്നത് ബോക്സിംഗ് താരവുമാണ്. ഓർത്തിരിക്കുക. ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ സ്വർണം നേടിയതാരാണ്? ഇന്ത്യയാണ് കേട്ടോ സ്വർണം നേടിയത്. പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയെയാണ്. ഓർത്തിരിക്കുക. ഏഷ്യൻ ഗെയിംസിലെ ക്രിക്കറ്റിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണം ഇന്ത്യക്കാണ് കിട്ടിയത്, ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാരാണ്? നീരജ് ചോപ്രയാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണമാണ് നേടിയത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി ആര് മാറി? നീരജ് ചോപ്ര മാറി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ജു ബോബി ജോർജ് ആണ്. ഓർത്തിരിക്കുക. ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേട്ടമാണ് ആർക്ക്? നീരജ് ചോപ്രയ്ക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നീരജ് ചോപ്രയുടെ മറ്റു നേട്ടങ്ങളാണ് ദോഹ ഡയമണ്ട് ലീഗിന്റെ ജേതാവാണ്. അതുപോലെ ഫിൻലൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിംഗ് ത്രോയിൽ ജേതാവാണ്. അത് എത്ര മീറ്ററാണ് എറിഞ്ഞത്? 85.7 മീറ്റർ ദൂരമാണ് പാവോ നൂർമി ഗെയിംസിൽ അദ്ദേഹം എറിഞ്ഞത് കേട്ടോ. അതുപോലെ സ്വിറ്റ്സർലാൻഡിലെ ലൊസൈനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിംഗ് ത്രോയിലും സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ദോഹ ഡയമണ്ട് ലീഗിൽ സ്വർണമുണ്ട്, സ്വിറ്റ്സർലാൻഡിലെ ലൊസൈനിൽ നടന്ന ഡയമണ്ട് ലീഗിലും സ്വർണമുണ്ട്, അതുപോലെ പാവോ നൂർമി ഗെയിംസിലും ജാവലിംഗ് ത്രോയിൽ സ്വർണമുണ്ട്. അപ്പൊ 85.7 ആണ് ഏത് പാവോ നൂർമി ഗെയിംസിലെ ത്രോ എന്ന് പറയുന്നത്. അതെല്ലാം ഓർത്തിരിക്കുക. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 എന്തുണ്ട്? സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം 2022 നേടിയത് ആരാണ്? HS പ്രണോയ് ആണ് കേട്ടോ. ബാഡ്മിന്റൺ താരമായിട്ടുള്ള HS പ്രണോയ് ആണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്. ഇനി ലോക ബാഡ്മിന്റൺ ഡബിൾസിൽ 1ാം റാങ്കുള്ള താരങ്ങൾ ആരൊക്കെയായിരുന്നു? സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡിയും അതുപോലെ ചിരാഗ് ഷെട്ടിയും. രണ്ടുപേരും ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പം HS പ്രണോയ്, സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി ഇവരെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയത് കിരൺ ജോർജ് എന്ന് പറയുന്ന ഒരു മലയാളിയാണ് കേട്ടോ. ഓർത്തിരിക്കുക. ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയത് കിരൺ ജോർജ് ആണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി HS പ്രണോയ് ആണ് കേട്ടോ.
2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുവാഹത്തിയിലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ 25 ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്, ഓർത്തിരിക്കുക. ലോക ടെന്നീസിൽ 1ാം റാങ്ക് എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. ടെന്നീസിൽ 1ാം റാങ്കിൽ എത്തുന്ന താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച്. അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ താരമാണ് ആര്? ലിയാൻഡർ പേസ് എന്ന് പറയുന്നത്. അപ്പൊ ലിയാൻഡർ പേസ് ആണ് ഇത് അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ താരം എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമി കാർത്തികേയനാണ് കേട്ടോ. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കൂടിയാണ് ആര്? കാമി കാർത്തികേയൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും അതുപോലെ 2 വെള്ളിയും നേടിയ മലയാളി ഷെഫാണ് ആര്? ശ്രേയ അനീഷ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. 1 സ്വർണവും 2 വെള്ളിയും നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ലഭിച്ചത്. 1ാം സ്ഥാനത്ത് ആരാണ്? ചൈനയാണ് കേട്ടോ. അപ്പൊ ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 2 ആയിരുന്നു. 1ാം സ്ഥാനത്ത് ചൈനയാണ്. അപ്പൊ ഇത്രയും നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മൾ ഏഷ്യൻ ഗെയിംസ് തൊട്ടാണ് നോക്കിയത്. ഏഷ്യൻ ഗെയിംസ് 2023 വേദി ഏതാണ്? ചൈനയിലെ ഹാങ്ഷു ആണ്. ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യൻ ഫ്ലാഗ് ബെയർ ചെയ്തത് ആരൊക്കെയായിരുന്നു? ഹർമൻപ്രീത് സിംഗും ലവ്ലീന ബോർഗോഹെയ്നുമാണ്. ഇനി ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2023 ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. അതുപോലെ തന്നെ ദോഹ ഡയമണ്ട് ലീഗ്, പാവോ നോർമി ഗെയിംസ്, അതുപോലെ സ്വിറ്റ്സർലാൻഡിലെ ലോസൈനിൽ നടന്ന ഡയമണ്ട് ലീഗിലെല്ലാം സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ 2022 നേടിയതാരാണ്? HS പ്രണോയ് ആണ്. ബാഡ്മിന്റൺ താരമാണ്. അതുപോലെ തന്നെ 1ാം റാങ്കിലെത്തുന്ന ഡബിൾസിൽ 1ാം റാങ്കിലെത്തുന്ന ബാഡ്മിന്റൺ താരങ്ങൾ ആരൊക്കെയാണ്? സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. ഇനി ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിലെ കിരീടം നേടിയതാരാണ്? മലയാളിയായിട്ടുള്ള കിരൺ ജോർജ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് ആര്? HS പ്രണോയ്. ഓർത്തിരിക്കുക. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ലോക ടെന്നീസിൽ 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര്? നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ താരമാണ് ആര്? ലിയാൻഡർ പേസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആര്? കാമി കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് ആര്? കാമി കാർത്തികേയൻ. ഓർത്തിരിക്കുക. ഇനി പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ഷെഫാണ് ആര്? ശ്രേയ അനീഷ് എന്ന് പറയുന്നത്. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2 ആണ്. 1ാം സ്ഥാനത്തുള്ളത് ആരാണ്? ചൈനയാണ് 1ാം സ്ഥാനത്തുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത നമ്മൾ പോവാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ എത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? R വൈശാലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? R വൈശാലി. 2023 ചെസ് ലോകകപ്പ് ജേതാവാരാണ്? മാഗ്നസ് കാൾസൺ ആണ്. ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ഇന്ത്യൻ താരമായിട്ടുള്ള പ്രജ്ഞാനന്ദയാണ് തോൽപ്പിക്കുന്നത്. അപ്പൊ 23 ചെസ് ലോകകപ്പ് ജേതാവാണ് ആര്? മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത്. ചെസ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ചൈനക്കാരനാണ് ആര്? ഡിങ് ലിറാൻ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യത്തെ ചൈനക്കാരൻ. 2023 കിരീടമാണ് ഇത് നേടിയത്. ഇപ്പൊ നടന്നത് 24 ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അതിലാണ് ഡി ഗുഗേഷിന് കിരീടം ലഭിക്കുന്നത്. ഡിങ് ലിറലിനെ പരാജയപ്പെടുത്തി ഡി ഗുഗേഷിന് കിരീടം ലഭിച്ചത് 2024 സിംഗപ്പൂരിൽ നടന്നിട്ടുള്ള ചാമ്പ്യൻഷിപ്പിലായിരുന്നു കേട്ടോ. വേദി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഈ എക്സാംസിന് വേദി ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. ഓർത്തിരിക്കുക. 23 ജേതാവായ ഡിങ് ലിറാൻ എന്ന് പറയുന്നത് ആദ്യ ചൈനക്കാരനാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രഥമ ലോക ചെസ് ചാമ്പ്യൻസ് ലീഗിന്റെ വേദി ദുബായ് ആണ്. അപ്പൊ ചാമ്പ്യൻസ് ലീഗാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ദുബായിൽ നടക്കുന്നത് കേട്ടോ. ഇനി ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയത് ദിവ്യ ദേശ്മുഖ് ആണ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഇനിയും ചോദിക്കാം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയത് ദിവ്യ ദേശ്മുഖ് ആണ്. ഇനി ലോക വനിതാ ചെസ് കിരീടം നേടിയ ചൈനീസ് താരം ആരാണ്? വനിതാ ചെസ് കിരീടം നേടിയത് ജു വെൻജ്വാൻ ആണ് കേട്ടോ. ജു വെൻജ്വാൻ ആണ്. ചൈനീസ് താരമായ ജു വെൻജ്വാൻ ആണ് എന്ത് ചെയ്യുന്നത്? ലോക വനിതാ ചെസ് കിരീടം ലഭിക്കുന്നത്. 2023 ഇതും നടന്നത്. ഇനി നടക്കാൻ പോകുന്നത് 2025 കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം.
ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയാണ് ആര്? ആർ വൈശാലി എന്ന് പറയുന്നത്. 23 ചെസ് ലോകകപ്പ് ജേതാവാണ് മാഗ്നസ് കാൾസൺ. പ്രജ്ഞാനന്ദയാണ് എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. ഇനി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2023 നേടിയത് ഡിങ് ലിലാനാണ്. 24 നേടിയത് നമ്മുടെ ഡി ഗുഗേഷ് ആണ് ഇന്ത്യൻ താരമായിട്ടുള്ളത്. ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ചൈനക്കാരനാണ് ആര്? ഡിങ് ലിറാൻ എന്ന് പറയുന്നത്. 2024 ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്, ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ പ്രഥമ ലോക ചെസ് ചാമ്പ്യൻസ് ലീഗിന്റെ വേദിയാണ് ഏത്? ദുബായ് എന്ന് പറയുന്നത്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയത് ദിവ്യ ദേശ്മുഖ് ആണ്, ഓർത്തിരിക്കുക. ലോക വനിതാ ചെസ് കിരീടം നേടിയ ചൈനീസ് താരമാണ് ആര്? ജു വെൻജ്വാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് കേട്ടോ. അപ്പൊ ബാലൻഡിയോർ പുരസ്കാരം 2023 നേടിയത് ആരാണ്? ലയണൽ മെസ്സിയാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി വനിതാ വിഭാഗത്തിൽ ആർക്കാണ് കിട്ടിയത്? ഐറ്റിന ബോൺമാറ്റിക്കാണ് കിട്ടിയത്. സ്പാനിഷ് താരമാണ്. ലയണൽ മെസ്സി അറിയാലോ, അർജന്റീനിയൻ താരമാണ്. സ്പാനിഷ് താരമായിട്ടുള്ള ഐറ്റിന ബോൺമാറ്റിക്കാണ് വനിതാ വിഭാഗത്തിൽ കിട്ടുന്നത്. ഇനി 24 ബാലൻഡിയോർ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? റോഡ്രിക്കാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ ഐറ്റിന ബോൺമാറ്റിക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പൊ 24 കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. റോഡ്രിയാണ് പുരുഷ വിഭാഗത്തിൽ ബാലൻഡിയോർ കിട്ടിയത് 24. ഇനി യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? മനീഷ കല്യാൺ, ഓർത്തിരിക്കുക കേട്ടോ. 24 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ഏതാണ്? ജർമ്മനിയാണ് യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദിയാണ് ജർമ്മനി. 2026 നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി മെക്സിക്കോ, കാനഡ, USA. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ 26 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി ഏതാണ്? മെക്സിക്കോ, കാനഡ, USA ആണ്. 2023 നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാരാണ്? സൗദി അറേബ്യ. അപ്പൊ ഫിഫ ക്ലബ്ബ് ലോകകപ്പാണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിച്ചത്. 25 നടക്കാൻ പോകുന്നതിന് ആരാണ് ആതിഥേയത്വം വഹിക്കുന്നത്? USA ആണ് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്, അതും കൂടി ഓർത്തിരിക്കുക. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? സ്പെയിൻ ആണ് നേടിയത്. അപ്പൊ 23 വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് സ്പെയിനാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തുന്നത് സ്പെയിൻ. ജർമ്മനിക്ക് ശേഷം പുരുഷ വനിതാ ഫുട്ബോൾ ലോകകപ്പ് നേടുന്ന ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ പുരുഷ വനിതാ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് ജർമ്മനിയാണ്, അതിനുശേഷം നേടിയത് സ്പെയിനാണ്. 2022 നടന്ന പുരുഷ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ആരായിരുന്നു? അർജന്റീനയാണ്. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീനയാണ് കിരീടം സ്വന്തമാക്കിയത്. ഇത് വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടമാണ്. 2023 നടന്നത്. സ്പെയിനാണ് കിരീടം സ്വന്തമാക്കിയത്. പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണെന്ന് ഓർത്തിരിക്കുക. UEFA സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിയുടെ 3 കപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് UEFA സൂപ്പർ കപ്പ് കിട്ടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2024 കിട്ടി, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടവും കിട്ടി കേട്ടോ. അപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ഏതൊക്കെ കിട്ടിയത്? UEFA സൂപ്പർ കപ്പ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2024, ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയൊക്കെ കിട്ടുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കാണ്. അപ്പൊ ഈ UEFA ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ഇതെല്ലാം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓർത്തിരിക്കുക. ഇനി ഫുട്ബോൾ വനിതാ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരമാണ് ആര്? കെയ്സി ഫെയർ. ദക്ഷിണ കൊറിയയുടെ താരമാണ് ആര്? കെയ്സി ഫെയർ എന്ന് പറയുന്നത്. ഇവിടുത്തെ താരമാണ് ദക്ഷിണ കൊറിയയാണ്. അണ്ടർ 19 യൂറോ കപ്പ് ഫുട്ബോൾ ഇംഗ്ലണ്ടിനാണ് കിട്ടിയത് കേട്ടോ. അണ്ടർ 19 യൂറോ കപ്പ് ഫുട്ബോൾ നേടിയത് ആരാണ്? ഇംഗ്ലണ്ടാണ് നേടിയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? സ്പെയിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ വേൾഡ് കപ്പ് നേരെ ഓപ്പോസിറ്റ് ആണ് അണ്ടർ 19 യൂറോ കപ്പ് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ വേൾഡ് കപ്പ് നേടിയത് സ്പെയിനാണ്, പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണ്. എന്നാൽ അണ്ടർ 19 യൂറോ കപ്പ് നേടിയത് ഇംഗ്ലണ്ടാണ്, പരാജയപ്പെടുത്തിയത് സ്പെയിനെയാണ് കേട്ടോ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം 2023 നേടിയത് ആരാണ്? മോഹൻ ബഗാനാണ്. 17ാമത്തെ കിരീടമായിരുന്നു മോഹൻ ബഗാന്റെ. എന്നാൽ 24 ജേതാവെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കേട്ടോ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് നേടിയത്. ഇനി ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ 2023 ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു. 24 ജേതാക്കൾ എന്ന് പറയുന്നത് സിറിയയാണ്, ഓർത്തിരിക്കുക കേട്ടോ. 24 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീനയാണ് ജേതാക്കൾ എന്ന് പറയുന്നത്. അർജന്റീനയുടെ 16ാം കിരീടമാണ് 24 കിട്ടിയത് കേട്ടോ. കൊളംബിയയാണ് അവരെന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. 24 യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ആരാണ്? സ്പെയിൻ ആണ് ചാമ്പ്യന്മാരായത്.
പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണ്. അപ്പം സ്പെയിൻ വരുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ഇംഗ്ലണ്ട് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ പഠിച്ച 3 സ്പെയിൻ ഓപ്പോസിറ്റ് ഇംഗ്ലണ്ടാണ് വന്നത്. സ്പെയിൻ്റെ 4ാം കിരീടമായിരുന്നു ഏത് യൂറോ കപ്പ് 2024 എന്ന് പറയുന്നത്. അപ്പം യൂറോ കപ്പിലെ 4ാമത്തെ കിരീടമാണ് 2024 സ്പെയിനിന് ലഭിച്ചത്. അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ് കോപ്പ അമേരിക്ക 2024 ലഭിക്കുന്നത്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2024 സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ ചേർന്നാണ് കേട്ടോ. കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. 2024 സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ ചേർന്നാണ്. അണ്ടർ-16 സാഫ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ തന്നെയാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. 19 രണ്ടുപേർക്കും കൂടെ കിരീടം കിട്ടി. 16 അണ്ടർ-16 ഇന്ത്യക്കാണ് കിരീടം, ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. സാഫ് അണ്ടർ-17 കിരീടം ഇന്ത്യക്ക് തന്നെയാണ് ലഭിച്ചത്. സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം 2023 നേടിയത് ഇന്ത്യയാണ്. ഓർത്തിരിക്കുക. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് കുവൈറ്റ് ആണ് കേട്ടോ. ഇത് അണ്ടർ-19, അണ്ടർ-16, അണ്ടർ-17 ആണ് പറഞ്ഞത്. ഇത് സാഫ് കപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത് ഇന്ത്യയാണ് നേടിയത്. എല്ലാത്തിലും ഇന്ത്യക്കാണ് പുരസ്കാരം എന്നത് ഓർത്തിരുന്നാൽ മതി. ഇനി ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ഉറുഗ്വേ ആണ് കേട്ടോ. ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീടം നേടിയത് ഉറുഗ്വേ ആണ്. ഫൈനലിൽ ഇറ്റലിയെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയത് ജർമ്മനിയാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ജർമ്മനിയാണ് 17 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിൽ നേടിയത് ജർമ്മനിയാണ്. ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഫിഫ അണ്ടർ-20 ആണെന്നുണ്ടെങ്കിൽ ഉറുഗ്വേ ആണ് നേടിയത്. ഇറ്റലിയെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 24 നേടുന്നത് റോഡ്രിയാണ്. വനിതാ വിഭാഗത്തിൽ ഐറ്റ്ന ബോൺമാറ്റിക്കാണ് 2023 24 കിട്ടുന്നത്. അതുപോലെ ഗോൾ കീപ്പറായിട്ടും 2023 24 കിട്ടിയതും എമിലിയാനോ മാർട്ടിനേസിന് തന്നെയാണ് കേട്ടോ. അർജന്റീനയുടെ ഗോൾ കീപ്പറിന് തന്നെയാണ് കിട്ടുന്നത്. അത് ഓർത്തിരിക്കുക. യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? മനീഷ കല്യാൺ എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി മനീഷ കല്യാൺ. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി യൂറോ കപ്പാണ്. ഫുട്ബോളിന്റെ വേദി ജർമ്മനി ആയിരുന്നു. 26 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയൊക്കെയാണ്? മെക്സിക്കോ, കാനഡ, USA. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇനിയും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2023 നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ ആയിരുന്നു. 25 നടക്കാൻ പോകുന്നത് USA ഓർത്തിരിക്കുക കേട്ടോ. 23 വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് സ്പെയിനാണ്. ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. ജർമ്മനിക്ക് ശേഷം പുരുഷ വനിതാ ലോകകപ്പ് നേടുന്ന ടീമും കൂടിയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഇനി UEFA സൂപ്പർ കപ്പ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ഇതെല്ലാം കിട്ടിയത് ആർക്കാണ്? മാഞ്ചസ്റ്റർ സിറ്റിക്കാണ്. ഓർത്തിരിക്കുക. ഫുട്ബോൾ വനിതാ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? കെയ്സി ഫെയർ. ദക്ഷിണ കൊറിയൻ പ്ലെയർ ആണ് കെയ്സി ഫെയർ എന്ന് പറയുന്നത്. ഇനി അണ്ടർ-19 യൂറോ കപ്പ് ഫുട്ബോൾ നേടിയത് ഇംഗ്ലണ്ടാണ്. ഫൈനൽ പരാജയപ്പെടുത്തിയത് ആരാണ്? സ്പെയിനെയാണ് പരാജയപ്പെടുത്തിയത്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? മോഹൻ ബെഹാനാണ്. 17ാമത്തെ കിരീടമാണ് കിട്ടുന്നത്. ഇനി ഡ്യൂറൻ കപ്പ് 2024 കിട്ടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ 2023 ജേതാക്കളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 24 സിറിയയാണ്. 24 കോപ്പ അമേരിക്ക കിട്ടിയത് ആർക്കാണ്? അർജന്റീനയ്ക്കാണ്. 16ാമത്തെ കിരീടമാണ് അർജന്റീനയുടേത്. കൊളംബിയാണ് അവിടെ പരാജയപ്പെടുത്തിയത്. യൂറോ കപ്പ് 2024 ജർമ്മനിയാണ് നമ്മൾ വെന്യൂ പറഞ്ഞത്. നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ഏതാണ്? ജർമ്മനിയാണ്. ചാമ്പ്യൻ ആയത് ആരാണ്? സ്പെയിനാണ് ചാമ്പ്യൻ ആയത്. പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണ്. സ്പെയിന്റെ 4ാമത്തെ കിരീടമാണെന്നും കൂടി ഓർത്തിരിക്കുക. 2024 സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും കൂടെ ചേർന്നാണ് കിട്ടിയത്. ഇനി അണ്ടർ-16 അണ്ടർ-17 സാഫ് കപ്പും കിട്ടിയത് ഇന്ത്യക്കാണ്. ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഉറുഗ്വേയാണ്. ഇറ്റലിയെയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ-17 ആണെന്നുണ്ടെങ്കിൽ കപ്പ് നേടിയത് ജർമ്മനിയാണ്. ഫ്രാൻസിനെയാണ് അവിടെ പരാജയപ്പെടുത്തുന്നത്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും നേടിയത് ആരാണ്? സൂര്യകുമാർ യാദവ് ആണ് നേടിയത് കേട്ടോ. അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച 2020 താരത്തിനുള്ള
പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും നേടിയത് സൂര്യകുമാർ യാദവാണ്. മികച്ച ഏകദിന താരമാണ് ആര്? വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സഞ്ജു സാംസൺ ആണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്? സെഞ്ചുറി നേടിയത്. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഏതായിരുന്നു? ഇന്ത്യയായിരുന്നു വേദി എന്ന് പറയുന്നത്. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? ഓസ്ട്രേലിയയാണ്. ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6ാമത്തെ കിരീടമായിരുന്നു. ഫൈനലിലെ താരം എന്ന് പറയുന്നത് ട്രാവിസ് ഹെഡ് ആണ്. ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ട്രാവിസ് ഹെഡ് ആണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത്. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയാണ് ഇത്? ഓസ്ട്രേലിയൻ താരത്തിന്റെ ഗ്ലെൻ മാക്സ്വെൽ നടത്തിയ സെഞ്ചുറിയാണ് ലോകകപ്പ് ക്രിക്കറ്റിലെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന് പറയുന്നത്. രാജ്യാന്തരയാണ് കേട്ടോ. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ട് ആയ താരമാണ് ആര്? ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് എന്ന് പറയുന്നത്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാണ് ആര്? രോഹിത് ശർമ്മ. അതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതും രോഹിത് ശർമ്മയാണ്. ഓർത്തിരിക്കുക കേട്ടോ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യക്കാണ് ലഭിച്ചത്. ഫൈനലിൽ ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് ഓർത്തിരിക്കുക. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ലോക ബ്ലൈൻഡ് ഗെയിംസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വനിതാ ടീമാണ് ക്രിക്കറ്റ് കിരീടം നേടിയത്. ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തുന്നത്. ഓർത്തിരിക്കുക. നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ രണ്ടാം തവണയും നേടിയതാരാണ്? സൂര്യകുമാർ യാദവാണ്. എന്നാൽ മികച്ച ഏകദിന താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. 2020 താരമാണ് സൂര്യകുമാർ യാദവ്, ഏകദിന താരമാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഏതായിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയയാണ് കിരീടം നേടിയത്. ഓസ്ട്രേലിയയുടെ 6ാമത്തെ ലോകകപ്പ് കിരീടമാണ്. ഫൈനലിലെ താരം എന്ന് പറയുന്നത് ട്രാവിസ് ഹെഡ് ആണ്. അതുപോലെ ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. ഓർത്തിരിക്കുക. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയതാരാണ്? ഗ്ലാൻ മാക്സ്വെൽ ആണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ട് ആയ താരമാണ് ആര്? ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് എന്ന് പറയുന്നത്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതും അതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാണ് രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. 2023 ഏഷ്യൻ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. ലോക ബ്ലൈൻഡ് ഗെയിംസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയുടെ വനിതാ ടീമാണ് നേടുന്നത്. ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തിയത്. അടുത്ത് നോക്കാം. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? ന്യൂസിലൻഡ് ആണ് കേട്ടോ. അപ്പൊ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? ന്യൂസിലൻഡ് ആണ്. പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തുന്നത്. ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹോൾ ഓഫ് ഫെയിം പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ താരം ആരാണ്? നീതു ഡേവിഡ് ആണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹോൾ ഓഫ് ഫെയിം പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ താരം നീതു ഡേവിഡ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ. അപ്പൊ 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത് ആരൊക്കെയാണ്? വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അതുപോലെ രവീന്ദ്ര ജഡേജ. ഇവർ 3 പേരും വിരമിച്ചു കേട്ടോ. 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇനി 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ജേതാക്കൾ ആരായിരുന്നു? 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ജേതാക്കളെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇന്ത്യയാണ്. 24ലാണ് നടന്നത്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഓർത്തിരിക്കുക. ഇന്ത്യയുടെ 2ാമത്തെ കിരീട നേട്ടമാണ് 2024 നടന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ താരമാണ് ആര്? വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. അപ്പൊ IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ താരമാണ് ആര്? വിരാട് കോഹ്ലി. 2024 പുരുഷ IPL കിരീടം നേടിയത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കേട്ടോ. 24 IPL കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. പരാജയപ്പെടുത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓർത്തിരിക്കുക. 2020 ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിലെ എത്രാമത്തെ മലയാളി താരമാണ് സഞ്ജു സാംസൺ? 3ാമത്തെ മലയാളി താരമാണ് കേട്ടോ. 2020 വേൾഡ് കപ്പ് കളിക്കുന്ന 3ാമത്തെ താരമാണ്, മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് IPL 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് നേടിയ ആദ്യ താരമാരാണ്? രവീന്ദ്ര ജഡേജയാണ് കേട്ടോ.
IPL 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് നേടിയ ആദ്യത്തെ താരമാണ് ആര്? രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ വനിതാ IPL രണ്ടാം സീസണിലെ ജേതാക്കൾ ആരാണ്? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. പരാജയപ്പെടുത്തിയത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. ആദ്യത്തെ സീസണിലെ വിജയികൾ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്, ഓർത്തിരിക്കുക. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം 2024 നേടിയതാരാണ്? ഓസ്ട്രേലിയയാണ്. പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ് കേട്ടോ. അണ്ടർ-19 ആണ്, ഓർത്തിരിക്കുക. ഇനി ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ ആദ്യ താരം. 3 ഫോർമാറ്റിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ താരമാണ് ആര്? ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയൊന്ന് നോക്കാം. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? ന്യൂസിലാൻഡ് ആണ്. പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്, ഓർത്തിരിക്കുക കേട്ടോ. വനിതാ 2020 ലോകകപ്പാണ്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം നേടി ഇന്ത്യൻ വനിതാ താരമാണ് ആര്? നീതു ഡേവിഡ് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച താരങ്ങളാരാക്കെ? രവീന്ദ്ര ജഡേജ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ കിരീടവും കൂടിയാണെന്ന് ഓർത്തിരിക്കുക. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. 2024 പുരുഷ IPL കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. പരാജയപ്പെടുത്തിയത് ആരെയാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് പരാജയപ്പെടുത്തിയത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിലെ 3-ാമത്തെ മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് നേടിയ ആദ്യ താരമാണ് ആര്? രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ വനിതാ IPL രണ്ടാം സീസണിലെ ജേതാക്കളാണ് ആര്? ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് എന്ന് പറയുന്നത്. 1-ാം സീസണിലെ ജേതാവായത് മുംബൈ ഇന്ത്യൻസ് ആണ്. 2-ാം സീസണിലെ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയ ആണ്. ഇന്ത്യയാണ് പരാജയപ്പെടുത്തുന്നത്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗിൽ 1-ാം റാങ്ക് നേടിയ താരമാണ് ആര്? ജസ്പ്രീത് ബുംറ, ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതിലേക്ക് പോവുകയാണ്. അന്താരാഷ്ട്ര വനിതാ ഹോക്കി ടൂർണമെന്റിന്റെ വിജയ്. അന്താരാഷ്ട്ര വനിതാ ഹോക്കി ടൂർണമെന്റിന്റെ വിജയാണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത്. പരാജയപ്പെടുത്തിയത് ആതിഥേയ രാജ്യമായ സ്പെയിനെയാണ് കേട്ടോ. അപ്പൊ സ്പെയിനിൽ വെച്ചാണ് നടന്നത്. സ്പെയിനെ പരാജയപ്പെടുത്തി ഇന്ത്യയാണ് വനിതാ ഹോക്കി ടൂർണമെന്റിൽ ജയിക്കുന്നത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം 2023 നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമാണ് നേടിയത്. മലേഷ്യയാണ് പരാജയപ്പെടുത്തിയത്. ഇത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത് കേട്ടോ. അപ്പൊ 23ന്റെ വേദി, ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിന്റെ 23ലെ വേദി എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നു. മലേഷ്യയാണ് പരാജയപ്പെടുത്തി ഇന്ത്യ ജയിക്കുകയാണ് ചെയ്തത്. ഇനി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി 2024 നേടിയത് ആരാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പൊ 23ലും 24ലും നേടിയത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് ചൈനയാണ്. ചൈനയിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടന്നത്. 24 നടക്കുന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. ഇനി 24 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് എന്നാണ് കേട്ടോ. ഫൈവ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? നെതർലാൻഡ്സ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രഥമ മത്സരമാണ് 2024 ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലാൻഡ്സ് ആണ്. ഫൈനലിൽ മലേഷ്യയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 5 ഒമാനാണ് വേദി എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ മത്സരം കൂടെ ആയതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി 2024 23 തിരഞ്ഞെടുത്ത താരമാണ് ഹർദിക് സിംഗ് എന്ന് പറയുന്നത്. 24 താരം എന്ന് പറയുന്നത് ഹർമൻപ്രീത് സിംഗ് ആണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. 2023 മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തതാണ് സവിത പുനിയ. അതുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അന്താരാഷ്ട്ര വനിതാ ഹോക്കി ടൂർണമെന്റിൽ വിജയിച്ചത് ഇന്ത്യയാണ്. ആതിഥേയരായ സ്പെയിനെയാണ് എന്ത് ചെയ്തത്? അന്താരാഷ്ട്ര വനിതാ ഹോക്കി ടൂർണമെന്റിൽ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി 23ലും 24ലും ആരാണ് ജേതാക്കൾ? ഇന്ത്യയാണ്. 23ലെ വേദി ഇന്ത്യ ആയിരുന്നു. പരാജയപ്പെടുത്തിയത് മലേഷ്യനെയാണ്. 24ലെ വേദി ചൈനയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലാൻഡ്സ് ആണ്. ആദ്യത്തെ മത്സരമായിരുന്നു ഒമാനിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. ഇന്ത്യയുടെ സ്ഥാനം 5. നെതർലാൻഡ്സ് പരാജയപ്പെടുത്തിയത് മലേഷ്യനെയാണ്, ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി 2023 തിരഞ്ഞെടുത്തതാരാണ്? ഹർദിക് സിംഗ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.